ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒന്നുമില്ല. നമ്മൾ രാവിലെ തന്നെ എണീറ്റപ്പോൾ ഒരു ഗിന്നറിൻ്റെ സ്റ്റിക്കും കാർഡും പോലത്തെ ഒരു സാധനം കിട്ടി. അപ്പം അത് വെച്ച് ഞങ്ങളൊരു കട ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ റൂമിൽ. ഇത് വെട്ടി ഞങ്ങൾ എൻ്റെ അകത്തോട്ട് കയറും. കടയുടെ പേരാണ് കിൻഡർ കാർഡ് സ്റ്റിക്കർ ഷോപ്പ്. അപ്പോൾ ഇത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇത് ഓപ്പൺ ആക്കാൻ പോവാണ്. നമുക്കിത് ഓപ്പൺ ആക്കാം. അപ്പം അങ്ങനെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി ഒരു കത്രിക ഞാനിത് പറയും. അപ്പം കത്രിക ചീപ്പാണ്. അയ്യോ കത്രിക കിട്ടിയില്ല ഗൈസ്. ഇനി ഇവിടെ പോവും. ഞാൻ ഈ ലോകം മുഴുവൻ തപ്പേണ്ട വരും. പോയി തപ്പിയിട്ട് വരാം. അല്ല ഞാൻ തന്നെ പുറത്തിറങ്ങി ലോകം മുഴുവൻ തപ്പാന്ന് പറഞ്ഞപ്പോൾ പുറത്തിറങ്ങിപ്പോയി. കത്രിക ഇപ്പോഴല്ല അമ്മ എടുത്തിട്ട് എവിടെ ചെയ്യുന്നത്? അവൻ ഇടിയപ്പം തിന്നോണ്ടില്ല കടയുടെ ഉദ്ഘാടനത്തിന്. എവിടെ പോയി? ഇവിടെ ഒന്നും ഇല്ലല്ലോ, നല്ല ഇരുട്ടവിടെ. നീ എവിടെ പോയി കിടന്നു? മാ കത്രിക ഉണ്ടോ? അയ്യോ ഗൈസ് ഇടി വെച്ചിരുന്നു. എന്ത് പറ്റിയെന്നറിയില്ല. രാവിലെ തൊട്ട് എന്തോ വിഷമം. എന്താ ഗൈസ് എന്റെ മരമണെന്ന് വിട്ടു. എന്നറിയുമോ ഗൈസ്, ഇന്ന് രാവിലെ ഇല്ലേ ഞാൻ അമ്മയുടെ കൂടെ രാജക്കാട് വരെ പോയപ്പം, രാജക്കാട് നിങ്ങൾക്കറിയാലോ, അപ്പം അവിടെ വരെ പോയപ്പം അമ്മയുടെ പറഞ്ഞ് ഒരുപാട് സാധനങ്ങൾ മേടിച്ചു. അന്നേരം എനിക്ക് അറിയില്ലായിരുന്നു ഇത്രയും സാധനങ്ങൾ മേടിച്ചപ്പോൾ ഞാൻ നറൂട്ടോടെ ഒരു വാൾ സ്റ്റിക്കർ മേടിച്ച് തരാൻ പറഞ്ഞു. അന്നേരം അതിനൊക്കെ ഭയങ്കര പൈസ ആവും. കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനാണ് ഗൈസ് എൻ്റെ മണ്ട ഒത്തിരി വിളിച്ചോണ്ടിരിക്കുന്നത്. എന്തിനാണ് ഗൈസ് അപ്പം കത്രിക ഇതൊരു വീട്ടിൽ കിട്ടിയില്ല കേട്ടോ. ഇല്ല ഗൈസ്. ഗൈസ് നമുക്കിവിടെ എവിടെയും ഗൈസ് കൊച്ചുറങ്ങാണ്. കൊച്ചെന്ന് വെച്ചാൽ നമ്മൾ ഇട്ടലിനാണ്. അയ്യോ ഗൈസ് കത്രിക ഞാൻ എടുത്തു. കത്രിക ഇല്ലേ ഗൈസ്? ആ ഗൈസ് ബാത്റൂമിലുണ്ട് പറഞ്ഞു. ബാത്റൂമിൽ കത്രികയിൽ ഒട്ടിച്ചപ്പോ കത്രിക കത്രിക ഒന്നിനും അല്ല. ഇതുണ്ടാ ഈ കാണുന്ന പേപ്പർ കണ്ടിച്ചിട്ട് വേണം നമ്മൾ അതിൻ്റെ അകത്തോട്ട് പോകാം. കണ്ടിക്കാൻ നമ്മൾ ഈ ഉദ്ഘാടനം തുടങ്ങട്ടെ. ഹാപ്പി ബർത്ത്ഡേ അല്ലേ? അങ്ങനെ കട പറഞ്ഞു അങ്ങനെ ഇതാ നമ്മുടെ കട പറഞ്ഞു. അയ്യോ പറിച്ച് കളയടേ. ഇത് മുഴുവൻ പറിച്ചിറങ്ങിയിട്ടുണ്ട്. നമ്മളിത് ഇനി ഇതിൻ്റെ അകത്തോട്ട് കയറാം. കടയിലോട്ട് നമ്മുടെ ഈ ഗിൻഡർ കാർഡ് സ്റ്റിക്കർ ഷോപ്പിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് കയറാം. പക്ഷെ ഞാൻ ലൈറ്റ് ഇട്ടിട്ടില്ല ഗൈസ്. ഇപ്പം ലൈറ്റ് ഇട്ടിട്ട് നല്ല പൂളി ഗൈസ്. ഇതുണ്ടോ ഇവിടെ ഇത് അവന് കിട്ടിയ ട്രോഫീസാണ്. ഇത് ഗിൻഡർ ഗാർഡനിൽ അല്ല ഗിൻഡർ ഷോപ്പിൽ ഒട്ടിച്ചേക്കുന്നതാണ് ഗൈസ്. ഇത് ഓപ്പണാണ്. അപ്പം നമ്മൾ കട ഉറങ്ങിയിട്ടുണ്ട്. അപ്പം ഗൈസ് ഇത് കടന്ന് വെച്ചാൽ ഗൈസ് നമ്മൾ ഗിൻഡർ ജോയ് അല്ലേ വിൽക്കുന്നത്. പക്ഷെ നമ്മളാ അതൊക്കെ മാറ്റി. എന്താണെന്ന് വെച്ചാൽ ഗൈസ് നമ്മൾ ഗിൻഡർ ജോയുടെ പോലത്തെ ഒരു കാർഡ് പോലത്തെ സാധനം, പിന്നെ ഗൈസ് ഗിൻഡറിൻ്റെ സ്റ്റിക്കർ ഇതുണ്ടായിരുന്നു ഇതേപോലത്തെ സ്റ്റിക്കർ ഇതുണ്ട്. അത് സ്റ്റിക്കറാണ് ഗൈസ്. പതുങ്ങണം കൊട്ടി വിൽക്കുന്നത്. ഞാൻ വിൽക്കുന്നില്ല, ചുമ്മാ കളിക്കുന്ന പോലെ വിൽക്കാനാണ്. രണ്ട് ഞാൻ തന്നെ വിൽക്കണം. ഇതുണ്ടോ
ഇതാണ് ഗൈസ്, ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ടോ? ഇതൊക്കെയാണ്. അപ്പോൾ ഗൈസ് നമുക്കിതൊക്കെ എടുക്കാം. ഞാൻ നല്ല കട ഉറങ്ങിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ തന്നെ എനിക്കൊരു കട തുടങ്ങാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിച്ചില്ല ഗൈസ്. ഈ കാർഡിന് വരും 10 രൂപയ്ക്ക് കിട്ടും. ഒരെണ്ണത്തിന് 10 രൂപ. ബൈ 1 ഗെറ്റ് 1 ഫ്രീ എന്ന് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. കാണിക്കാമോ? നിങ്ങൾ വായിച്ചോന്നറിയില്ല. അപ്പം ഒരെണ്ണം എടുത്താൽ ഒരെണ്ണം ഫ്രീ ആയിട്ട് 10 രൂപയ്ക്ക് ഒരെണ്ണം എടുത്താൽ ഒരെണ്ണം ഫ്രീ. അപ്പോൾ ഇതുണ്ടോ, ഇതിന് 20 രൂപയാണ് ഗൈസ്. ഇച്ചിരി വലിയതും കൂടെ ആയതുകൊണ്ടാണ് 20 രൂപ വെച്ചേക്കുന്നത്. അങ്ങനെ നമുക്ക് എല്ലാ കാർഡും എടുക്കാം. ഇച്ചിരി വലിയ കാർഡുണ്ട് ഗൈസ്. അത് കാർഡായിട്ടല്ല ഞാൻ കൂട്ടുന്നത്, ഒരു വലിയ സ്റ്റിക്കർ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇതുണ്ടോ, വിൻ്ററിന് എഴുതിയിട്ട് ഒന്നുണ്ടോ? ഇതുണ്ടോ? ഇതേപോലത്തെ ഒരുപാട് സാധനങ്ങൾ അവിടെ കിടക്കുന്നത്. ഇതൊക്കെ വിറ്റാലോ എന്നാണ് എൻ്റെ പ്ലാൻ. വിൽക്കാനും കടയിലോട്ട് ആരെങ്കിലും വരണ്ടേ ഗൈസ്? കടയിലോട്ട് ആരെങ്കിലും കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്, കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ 20 രൂപയുടെ കാർഡ്സ്. എന്തോരം കിടക്കുന്നുണ്ടല്ലേ, ഒരു 10,000 എണ്ണം ഉണ്ട്. ഇപ്പം കാണിച്ച എല്ലാ കാർഡും സ്റ്റിക്കറും ഒക്കെ ഒരുപാടുണ്ട്. ഇതുണ്ട്, ഇതാണ് ഗൈസ് സ്റ്റിക്കർ. ഇതിന് ഞാൻ 50 രൂപയാണ് ഗൈസ് ഇട്ടേക്കുന്നത്. എന്നാ അറിയാമോ? ഇത് കണ്ടല്ലോ ഗൈസ്, ഇത്രയും വലിയ സ്റ്റിക്കർ ആരെങ്കിലും 10 രൂപയ്ക്കോ 20 രൂപയ്ക്കോ മേടിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ 50 രൂപയ്ക്ക് ഇട്ടേക്കുവാണ്. ഇത് കൂട്ട് ഒരെണ്ണത്തിന് 50 രൂപ. ബൈ 1 ഗെറ്റ് 1 ഫ്രീ അല്ല. പിന്നെന്തറിയോ, ഇത്രയും വലിയ ആണല്ലോ. ഞാൻ ഇവിടെ ബൈ 1 ഗെറ്റ് 1 ഫ്രീ എന്ന് വെച്ചാൽ ചുമ വിക്സ് കുളി കഴിക്കൂ, ചുമ മാറ്റൂ ഗൈസ്. ബൈ 1 ഗെറ്റ് 1 ഫ്രീ എഴുതിയേക്കുന്ന ഓൺലി കാർഡ് ഗിണ്ടർ കാർഡിന് മാത്രം ബൈ 1 ഗെറ്റ് 1 ഫ്രീ കിട്ടുള്ളൂ. അതുകൊണ്ട് സ്റ്റിക്കറിനൊന്നും കിട്ടില്ല ഗൈസ്. അതാണ് ഇവിടെ നിയമം. പിന്നെ സ്റ്റിക്കറൊക്കെ നമ്മൾ വലിയ പൈസക്കല്ലേ കിട്ടുന്നത്. അത്രയും വലിയ സ്റ്റിക്കർ ഒരെണ്ണം വാങ്ങിച്ചാൽ ഒരെണ്ണം ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് ഓർക്കുന്നുണ്ട് ആരെങ്കിലും. അതാണ് ഗൈസ്. പിന്നെ ഇതില്ലേ, ഇതൊക്കെ ഇട്ടൊരു കാർഡാണ്. ഇതാണ് വലിയ കാർഡ് ഞാൻ 30 രൂപ ഇട്ടേക്കോ. ഇങ്ങനെയുണ്ട്. ഒരെണ്ണം വാങ്ങിച്ചാൽ ഒരെണ്ണം ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ. ഇനി എന്ത് ചെയ്യും? എന്തായാലും കൊടുത്തല്ലേ പറ്റൂ. 3 ഉള്ളല്ലേ, അതിനകത്ത് ഒരുപാടുണ്ടെന്ന്. അയ്യോ, ഞാൻ എന്തിനാ സ്റ്റിക്കർ അതിൻ്റെ അകത്ത് വെച്ച ഗൈസ്? സ്റ്റിക്കർ തെറ്റി അതവിടെ ഇല്ലായിരുന്നു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നടുക്കാണ് വെക്കേണ്ടത് ഗൈസ്. നടുക്ക് ഇവിടെ ഒരുപാട് സ്ഥലമൊന്നുമില്ല. ഇതുണ്ടോ, ഇത്രയും ഷെൽഫാണ്. ഇതുണ്ടോ, ഇതിൻ്റെ അകത്താണ് നമ്മളെ ഇതൊക്കെ വെച്ചേക്കുന്നത്. അപ്പം ഇൻ്റർജോയുടെ ഷോപ്പിൻ്റെ ഇതൊക്കെ തുടങ്ങാനുള്ള വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് ഇതൊക്കെ എടുത്തു വെക്കാം. കാർഡും ഇതൊക്കെ എടുത്തു വെക്കാം ഗൈസ്. ഇതെന്ന് വെച്ചാണ്ടല്ലോ, ഇത് നമ്മൾ വൃത്തിയിൽ ഒട്ടിക്കാൻ വേണ്ടിയാണ്. ഇതുണ്ടോ, ഇത് ഓണത്തിന് കൊടുക്കേണ്ട ഓഫർ എന്നാണ്ടല്ലോ. ഇതുണ്ട്, ഇത് ഓണത്തിനുള്ള. ഹാപ്പി ഓണം ഗൈസ്. ഗൈസ് നമ്മളെല്ലാം വെച്ച് റെഡിയാക്കി ഇതാ ഇതിൻ്റെ അകത്തോട്ട് വെച്ചേക്കാം. അത് ഇനി ഇതും കൂടെ എടുക്കണ്ട. ഇതാണ് ഗൈസ് ബെസ്റ്റ്. ഇതൊക്കെ കാണുന്ന ആരെങ്കിലും പറയാൻ പറ്റും. ഇത്രയൊക്കെ ഇങ്ങനെ നമ്മൾ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, അങ്ങനെ ഇതാ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് നാളെയോ മറ്റന്നാളോ കാണാം ഗൈസ്. അല്ല, നാളെയോ മറ്റന്നാളല്ല, ഇതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.